ഒരു ചെറിയ യാത്രയായിട്ട് വന്നിട്ടില്ല കേട്ടോ. എവിടേക്കാണെങ്കിൽ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ വരെ പോവാണ്. മെയിനായിട്ട് ഈ യാത്രയുടെ ഉദ്ദേശം യാത്ര പഴയ പോലെ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒറ്റ കാര്യം അറിയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ആദ്യം ട്രെയിനിൽ കയറി 20 രൂപ ടിക്കറ്റ് റേറ്റ് ഉള്ളൂ കേട്ടോ. ട്രെയിനിൽ കയറിയപ്പോൾ ലൈറ്റും വെട്ടവും വിളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങി വീണ്ടും വന്നിരുന്നപ്പോൾ ലൈറ്റൊക്കെ ഓൺ ചെയ്തു. ഞങ്ങൾ ഉച്ചത്തെ ട്രെയിനിനായിട്ട് പോയത്. കറക്റ്റ് ടൈമായിരുന്നു. ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ എടുത്തു. കയറുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും തോറും നല്ല അടിപൊളി തിരക്കായിരുന്നു കേട്ടോ. ഇത് ഒരു യാത്രാ ട്രെയിനിന് പുറമെ അത്യാവശ്യം വ്യൂ പോയിൻറ്റ്സും അത്രയും ബ്യൂട്ടിഫുള്ളായ സ്റ്റേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ട്രെയിനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ഒരു യാത്രാനുഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിന് ടിക്കറ്റ് എടുത്തത് കേട്ടോ. എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ട്രെയിനൊന്ന് കയറണം എന്നുള്ളത്. സംഭവം ആദ്യം കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് നെൽവയലുകളും തെങ്ങിൻ തോട്ടങ്ങളൊക്കെ വന്നു. റെയിൽവേ സ്റ്റേഷനൊക്കെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ. എല്ലാം ഇലക്ട്രിഫൈ ചെയ്തുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു ശോകാവസ്ഥയായിരുന്നു. ആദ്യത്തെ സ്റ്റേഷനുകൾ കണ്ടോടുകൂടി തന്നെ യാത്രയുടെ ഏകദേശം ഒരു ടോട്ടല് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെന്താണെങ്കിൽ നല്ല വേനൽക്കാലത്താണ് ഈ പോകുന്നത്. അതുമാത്രമല്ല നട്ടുച്ചയ്ക്കാണ് യാത്ര. അതിൻ്റെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇവിടുത്തെ സ്റ്റേഷനുകളിലേക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ സ്റ്റേഷനുകളാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിക് അനുഭവമുള്ള സ്റ്റേഷനുകളാണ് കേട്ടോ. സ്റ്റേഷനുകളെല്ലാം അതുപോലെ തന്നെ ഉണ്ടെങ്കിലും കൂടി ഒരുപാട് റിനോവേഷനൊക്കെ നടത്തി ഒരുപാട് എന്താ പറയുക വികസനങ്ങൾ വന്ന സ്റ്റേഷനുകളാണ് ഇപ്പോൾ എല്ലാം. കുറച്ച് യാത്ര ചെയ്തപ്പോഴേക്കും മലനിരകളും പച്ചപ്പണിയിച്ച ഒരുപാട് കുന്നുകളും കാണാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോഴേക്കും മനസ്സിന് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നിട്ട് കുറച്ചെങ്കിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആഗ്രഹം. കുറച്ചങ്ങ് എത്തിയപ്പോഴേക്കും സ്റ്റേഷനിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം ആൾക്കാർ കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ട്. ഞാനൊരു ടൂറിസ്റ്റായിട്ട് വന്നില്ലെങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇതൊരു യാത്രാമാർഗം തന്നെയാണ് കേട്ടോ. നിലമ്പൂർ ഷൊർണൂർ എന്ന് പറഞ്ഞ ട്രെയിൻ ഒരുപാട് ആൾക്കാരുടെ യാത്രാമാർഗ്ഗമാണ്. ഈ ഒരു സ്റ്റേഷനിൽ വന്നപ്പോൾ എനിക്ക് കുറച്ചൊക്കെ എന്തൊക്കെയോ മരങ്ങളൊക്കെ സൈഡിലുള്ള പോലെയൊക്കെ തോന്നിയിരുന്നു. പണ്ടത്തെ നിലമ്പൂർ ഷൊർണൂർ ട്രെയിൻ യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മരങ്ങളെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇങ്ങനെ കറുത്ത പുക തൊപ്പി വരുന്ന എൻജിൻ, അങ്ങനത്തെയൊക്കെ ഒരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ മൊത്തം മുട്ടക്കുന്ന് പോലെയാണ് എല്ലാ സൈഡും. നിയമ്പലം സ്റ്റേഷനിലെത്തുമ്പോഴാണ് നമുക്കൊരു ക്രോസിങ് വരണത്. അവിടെ നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ട് ആ സൈഡിൽ നിന്നുള്ള ട്രെയിൻ, നിലമ്പൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണത്, അത് കടത്തിവിടും. എന്നിട്ടാണ് ഈ ട്രെയിൻ പോകുന്നത്. ഞങ്ങളുടെ യാത്രയ്ക്ക് നിലമ്പൂർ എത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതേപോലെ അതേ ട്രെയിനിൽ തിരിച്ചിങ്ങോട്ട് വരിക. ഞാൻ അങ്ങനെ നിലമ്പൂരെത്തിട്ടോ. നിലമ്പൂരെത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം ഇറങ്ങി ഒന്ന് ചുറ്റുപാടൊക്കെ കാണാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അവിടുത്തെ തിരക്കും കാര്യങ്ങളും കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് കൂടെയുള്ളവനെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അധികം നേരം അവിടെ ഇല്ല കേട്ടോ. ഈ എൻജിൻ അവിടെ പോയി തിരിച്ച് ഫ്രണ്ട് സൈഡിൽ ലോക്ക് ചെയ്യുന്ന ഒറ്റ സമയം, അതിനകം തന്നെ ട്രെയിൻ പുറപ്പെടും. അവിടുന്ന് ഓൺ ടൈം ആയിരുന്നു കേട്ടോ. എനിക്കൊരു ആഗ്രഹം പിന്നെ വന്നതെന്താ വെച്ചെങ്കിൽ, മഴക്കാലത്ത് നല്ല മഴയൊക്കെയുള്ള സമയത്ത് ഒരു തവണ കൂടെ ഇതേ ട്രെയിൻ യാത്ര നടത്തണം. അപ്പോഴാണ് ശരിക്ക് ഒന്നുകൂടെ സൗന്ദര്യത്തോടു കൂടി വഴിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. നേരത്തെ ട്രെയിൻ ക്രോസ് ചെയ്ത് പോയ വാണിയമ്പലം,
ഈ ട്രാക്ക് പഴയതുപോലെ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു എന്നൊരു ആഗ്രഹം പെട്ടെന്ന് മനസ്സിൽ വന്നു. ഞാൻ നോക്കുന്നത് ടൂറിസത്തിൻ്റെ കണ്ണിൽ മാത്രമാണ്. പക്ഷേ ഇതൊരു യാത്രാമാർഗം കൂടി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ ട്രെയിൻ യാത്ര. പിന്നെ നമുക്ക് അധികം പൈസ ചിലവുമില്ല. രാവിലെ നേരത്തെയൊക്കെ വരികയാണെങ്കിൽ ഒന്നുകൂടെ രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഷൊർണൂർ വന്നെത്തി. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ വേറെ വലിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.